പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ ടൂറിസത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് വിലയിരുത്തൽ. ഇടത്തരക്കാരുടെ സമ്പത്ത് കൂടിയത് ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി. ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിലും ടൂറിസം മേഖലയിൽ മുന്നേറ്റമുണ്ടാകും. ഇന്ത്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ മധ്യവർഗങ്ങൾ വികസിക്കുകയും സമ്പന്നരാകുകയും ചെയ്യുന്നതിനാൽ ഒരു ടൂറിസം ബൊനാൻസയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് ഹോട്ടൽ ഗ്രൂപ്പായ ആക്കോർ എസ്എയുടെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജീൻ ജാക്സ് മോറിൻ പറഞ്ഞു. ബിസിനസ് കൂടുന്നതിനനുസരിച്ച് ജനങ്ങൾ കൂടുതൽ സമ്പന്നരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ഇപ്പോൾ സേവനങ്ങളാണ് വേണ്ടതെന്നും ഉൽപ്പന്നങ്ങളല്ലെന്നും മോറിൻ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള 6000 ഹോട്ടലുകളും IBS പോലുള്ള ബജറ്റ് ശൃംഖലകൾ മുതൽ ആഡംബര റാഫിൾസ്, ബനിയൻ ട്രീ റിസോർട്ടുകൾ വരെയുള്ള 45ലധികം ബ്രാൻഡുകളും ഉള്ളതിനാൽ ഈ വർഷം തങ്ങളുടെ പോർട്ട്ഫോളിയോ 3 മുതൽ 4% വരെ വർദ്ധിപ്പിക്കാനാണ് ആക്കോർ ലക്ഷ്യമിടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയും പ്രത്യേകിച്ച് ഇന്ത്യയും ഗണ്യമായ വളർച്ചാ സാധ്യതകൾ വഹിക്കുന്നുണ്ടെന്ന് മോറിൻ പറഞ്ഞു. സിംഗപ്പൂർ, തായ്ലൻഡ്, ജപ്പാൻ തുടങ്ങിയ വിപണികളിലും മികച്ച പ്രകടനം തുടരും. ജെൻ ഇസഡ് വിനോദസഞ്ചാരികൾ കൂടിയതിനാൽ വരും വർഷങ്ങളിൽ ബോട്ടിക്, ഹോട്ടലുകൾ എന്നിവയുടെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് മോറിൻ പറഞ്ഞു. ചെറുപ്പക്കാരായ വിനോദസഞ്ചാരികൾ ഭക്ഷണ പാനീയങ്ങൾക്കായി ഗണ്യമായി കൂടുതൽ ചെലവഴിക്കുകയും വിനോദയാത്രകൾ നടത്താൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആകർഷക വാഗ്ദാനങ്ങളുമായി ജർമ്മൻ സർവകലാശാലകൾ. വിദേശ വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് തൊഴിൽ നൽകുമെന്നും ജർമ്മൻ സർക്കാർ. ജർമ്മനിയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ സ്ഥാപനങ്ങളും സർക്കാരും ശക്തമാക്കുന്നു. ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസസ് അതിന്റെ സ്കിൽഡ് ലേബർ ഇനീഷ്യേറ്റീവിന് കീഴിൽ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകും. 2024-25 വിന്റർ സെമസ്റ്ററിൽ ജർമ്മനിയിൽ ഏകദേശം 4,05,000 അന്തർദേശീയ വിദ്യാർത്ഥികളെത്തുമെന്ന് കണക്കാക്കുന്നു. ഇത് മുൻ വർഷത്തെ 3,80,000-ൽ നിന്ന് 7% വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഒന്നാം വർഷ അന്താരാഷ്ട്ര എൻറോൾമെന്റുകളും ഉയർന്നു. ഏകദേശം 88,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ജർമ്മൻ സർവകലാശാലകളിൽ ചേർന്നു. മുൻവർഷം ഇവരുടെ എണ്ണം 82,000 ആയിരുന്നു. മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ഈ വളർച്ചയുടെ പ്രധാന ഘടകമാണ്. അതേസമയം ജർമ്മനിയിലെ പഠന അവസരങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ അന്തർദേശീയ വിദ്യാർത്ഥികൾ തടസ്സങ്ങൾ നേരിടുന്നു. എൻട്രി പോളിസികൾ, വിസ അലോക്കേഷൻ, ഭവനക്ഷാമം, ഉയർന്ന ജീവിത ചെലവ് എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ. ജർമ്മനിയിലെ അന്തർദേശീയ വിദ്യാർത്ഥികളിൽ 70% പ്രതിനിധീകരിക്കുന്ന 200-ലധികം സംസ്ഥാന അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസസ് സർവേ നടത്തിയത്. ഈ കണ്ടെത്തലുകൾ നിലവിലെ അധ്യയന വർഷത്തേക്കുള്ള അന്തർദേശീയ വിദ്യാർത്ഥി പ്രവേശനത്തിലെ ട്രെൻഡുകളും വെല്ലുവിളികളും അടയാളപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ പ്രവാസികൾക്ക് ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ ഇഖാമയിൽ 30 ദിവസത്തെ കാലാവധി നിർബന്ധം. ഫൈനൽ എക്സിറ്റിൽ വിസയിൽ രേഖപ്പെടുത്തിയ കാലാവധിക്കുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോകണമെന്നും ഉത്തരവ്. ഇഖാമ കാലാവധി 30 ദിവസത്തിൽ കുറവാണെങ്കിൽ പ്രവാസികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ ഇഖാമ പുതുക്കേണ്ടതാണ്. 60 ദിവസ കാലാവധിയുള്ള ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇഖാമയിൽ 60 ദിവസത്തിൽ കൂടുതൽ കാലാവധി ഉണ്ടായിരിക്കണം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷീർ ബിസിനസ്, മുഖീം പോർട്ടലുകൾ വഴി തൊഴിലുടമകൾക്ക് അവരുടെ തൊഴിലാളികളുടെ ഫൈനൽ എക്സിറ്റ് വിസ നൽകാൻ കഴിയും. ഫൈനൽ എക്സിറ്റ് വിസയിൽ രേഖപ്പെടുത്തിയ കാലാവധിക്കുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോകണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ്. കയറ്റുമതിക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഒഴിവാക്കാനാണ് US-ഉം യൂറോപ്യൻ യൂണിയനും നിർദ്ദേശം മുന്നോട്ട് വച്ചത്. റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങൾ അവരുടെ കയറ്റുമതി ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് US-ഉം യൂറോപ്യൻ യൂണിയനും മുന്നറിയിപ്പ് നൽകി. കയറ്റുമതി ചെയ്യുന്ന ഇനങ്ങൾ മാത്രമല്ല, അവയുടെ ഘടകങ്ങളും നിരോധിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. നിരോധിത കയറ്റുമതി പട്ടികയിൽ ഇലക്ട്രോണിക്സ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉൾപ്പെടെ ധാരാളം സിവിലിയൻ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്നു. നിരോധിത ഇനങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നതിനായി US, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപരോധ ടീമുകൾ അടുത്തിടെ ഇന്ത്യൻ കയറ്റുമതിക്കാരെ കണ്ടിരുന്നു. റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി മുൻ സാമ്പത്തിക വർഷം $3.14 ബില്യൺ നിന്ന് $35.41% വർദ്ധിച്ച് $4.26 ബില്യൺ ആയി. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ചരക്ക് കയറ്റുമതിയിൽ 3.1% വർധനവുണ്ടായി. 2024 ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 30.9% വർദ്ധിച്ച് $3.04 ബില്യൺ ആയി. ന്യൂക്ലിയർ റിയാക്ടറുകൾ, ബോയിലറുകൾ, യന്ത്രസാമഗ്രികൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ മെഷീനറികൾ, ഉപകരണങ്ങളും ഭാഗങ്ങളും, രാസവസ്തുക്കൾ,
ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും കയറ്റുമതി ചെയ്യുന്ന പ്രധാന ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.